എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് പരിചയപ്പെടുത്താനുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് സംരംഭകർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ ആവുന്നില്ല. എല്ലാം ഒരു പ്രതീക്ഷയുടെ പുറത്താണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വിചാരിച്ച പോലെ സെയിൽ നടന്നില്ലെങ്കിൽ പ്ലാൻ ആകെ തെറ്റുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് സിനാരിയോ ഭയങ്കര വോളറ്റൈലാണ്. എപ്പോഴും മാർക്കറ്റിംഗ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാമ്പത്തിക അച്ചടക്കവും പ്ലാനിങ്ങോട് കൂടിയൊക്കെ പോയാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇവിടെ റെലവൻ്റ് ആവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൂള് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് അവിടെ നിന്നും തുടങ്ങുമായിരിക്കും നല്ലത്. ഈ ഫ്രെയിംവർക്കിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആദ്യ പാർട്ട് അത് തന്നെയാണ്, പ്രോബ്ലംസ് ഫേസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ വിസിബിലിറ്റി ഇല്ല. എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത്, എൻ്റെ കയ്യിലുള്ള പണം മതിയാവോ ബിസിനസ് ചെയ്യാൻ എന്നറിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മണി ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, പേയ്മെൻറ്റുകൾ ഡിലേ ആവുന്നു, സപ്ലയർ ഇറിറ്റേറ്റഡ് ആവുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു ഫ്രെയിംവർക്ക്, ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതേണ്ടത്, നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന 5 ബുദ്ധിമുട്ടുകൾ, 5 പ്രശ്നങ്ങൾ ഒന്ന് ഫസ്റ്റ് എഴുതുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. 2, ഫോർകാസ്റ്റ് മണി ഫ്ലോ. അതായത് നമ്മുടെ കോസ്റ്റിനെയും റവന്യൂവിനെയും കൺസിഡർ ചെയ്തുകൊണ്ട്, കോസ്റ്റ് ആൻഡ് റവന്യൂ കൺസിഡർ ചെയ്ത് അടുത്ത 3 മാസത്തേക്കുള്ള നമ്മളൊരു ഫോർകാസ്റ്റാണ്, നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. ഇത്ര പണമായിരിക്കും ഈ ബിസിനസ് വഴി ഒഴുകാൻ പോകുന്നത്, മണി ഫ്ലോ ഉണ്ടാവാൻ പോകുന്നതെന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണ്, അത് എഴുതി തയ്യാറാക്കുകയാണ്. അതായത് പ്രോബ്ലംസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫോർകാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഭാവിയിൽ വരാനിരിക്കുന്ന പണത്തെ. അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു 3 മാസം പ്ലാൻ തയ്യാറാക്കാൻ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫ്രെയിംവർക്ക് അതിന് വേണ്ടി ഒന്ന് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ എലമെൻറ്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്? 1, കളക്ഷൻ അഥവാ ഇൻഫ്ലോ ആൻഡ് സെയിൽസ്. കാരണം ഈ സെയിൽസും കളക്ഷനും തമ്മിൽ പലപ്പോഴും വ്യത്യാസമുണ്ട് അല്ലേ. കാരണം സെയിൽ ചിലപ്പോൾ ഈ മാസം നടക്കും, ഈ മാസം നടന്ന സെയിലിൻ്റെ കളക്ഷൻ ചിലപ്പോൾ വരുന്നത് 30 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത മാസത്തിലേക്ക് ആയി എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് രണ്ടിനെയും വേർതിരിച്ച് തന്നെ കാണേണ്ടതുണ്ട്. കളക്ഷൻ അടുത്ത 3 മാസത്തേക്കുള്ള, സെയിൽസ് അടുത്ത 3 മാസത്തേക്കുള്ള പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ ഒരു മാസം നമുക്ക് 100 രൂപയുടെ സെയിൽ നടന്നു, പക്ഷേ 80 രൂപയായിരിക്കും കളക്ഷൻ വന്നിട്ടുണ്ടാവുക. രണ്ടാമത്തെ മാസമായപ്പോൾ 150 രൂപയുടെ സെയിൽ നടന്നു, അതിൽ 120 രൂപയുടെ കളക്ഷൻ ആയിരിക്കും വന്നത്. ചിലപ്പോൾ മുൻ മാസത്തെ ഒരു 10 രൂപ കളക്ഷൻ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു റോളിംഗ് സൈക്കിൾ ബേസിസിൽ നമ്മുടെ കളക്ഷൻ ഫോർകാസ്റ്റും കൂടെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ദെൻ കോസ്റ്റാണ് അടുത്ത് കൺസിഡർ ചെയ്യേണ്ടത്. കോസ്റ്റ് സെൻറ്റർ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ഏരിയകളെയും ഓരോ കോസ്റ്റ് സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കോസ്റ്റാണ് ആ ഭാഗത്ത് വരുന്നത്, അടുത്ത 3 മാസത്തേക്ക് വരാനിരിക്കുന്ന ചിലവുകൾ എന്താണ്, നമ്മുടെ റോ മെറ്റീരിയൽ വാങ്ങിയതിന് വെൻഡേഴ്സിന് പേയ്മെൻറ്റുകൾ അടുത്ത 3 മാസത്തേക്ക് എത്ര പോകണം, ലേബേഴ്സിന് എത്ര പേയ്മെൻറ്റ് വേണ്ടി വരും, എംപ്ലോയീസ് വൈറ്റ് കോളർ സ്റ്റാഫ്സ് നമ്മുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ സാലറി ആയിട്ട് എത്ര വേണ്ടി വരും, ഓപ്പറേഷണൽ കോസ്റ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, റെൻറ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇതൊക്കെ അടുത്ത 3 മാസത്തേക്ക് എത്ര ചിലവ് വേണ്ടി വരും എഴുതി വയ്ക്കുന്നു. അതുപോലെ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ മെഷീനറിയോ ഫാക്ടറിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട അപ്ഗ്രഡേഷൻ ചെയ്യുന്നതിന് വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ലോണിൻ്റെ EMI-കൾ, മറ്റ് മിസ്സലേനിയസ് എക്സ്പെൻസുകൾ. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ നമുക്കതിന് കണ്ടെത്താൻ പറ്റും. ടോട്ടൽ കളക്ഷനും എടുത്തു, ഈ ടോട്ടൽ കോസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോയെ പറ്റിയൊരു ധാരണ കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത 3 മാസത്തേക്ക് നമ്മുടെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണോ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ടും അതിൽ കൂടുതൽ പൈസ ഉണ്ടായിരിക്കും, അപ്പോൾ പോസിറ്റീവാണ്. അല്ലെങ്കിൽ ചിലവ് പോകാനുള്ള വരുമാനം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്, അത് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആയിരിക്കും. ഇതെന്താണെന്നുള്ളത് കണ്ടെത്തി വയ്ക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. 3ാമത്തെ ഘട്ടം, റൈറ്റ് 5 ways ടു ഇംപ്രൂവ് മന്ത്ലി ക്യാഷ് ഫ്ലോ. ഈ ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് മന്ത്ലി ക്യാഷ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. എന്തായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ? ഉദാഹരണം, സെയിൽസ് കൂട്ടുക, കളക്ഷൻ കൂട്ടുക, അല്ലെങ്കിൽ ചിലവ് ചുരുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കോസ്റ്റ് ഡിഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ഒന്ന് ഡിലേ ആക്കി സപ്ലയറോട് പറഞ്ഞിട്ട് അടുത്ത സൈക്കിളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പണം കടമെടുക്കുക.
അങ്ങനെ എന്ത് മാർഗം വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു പാർട്ടാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നതിന് വേണ്ടി അതിനനുസൃതമായിട്ട് ബിസിനസ് ഗോളുകൾ സെറ്റ് ചെയ്യുക, ബിസിനസ് വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇതിന് വലിയ ലാപ്ടോപ്പോ എക്സൽ ഷീറ്റോ വേണമെന്ന് പോലും നിർബന്ധമില്ല. ഒരു പേപ്പറിൽ വരെ നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഫ്രെയിം വർക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ആത്യന്തികമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ലാഭം വേണം, വരുമാനം വേണം, ഗ്രോത്ത് വേണം എന്നൊക്കെ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിനെ പറ്റിയും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതും ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഗോളുകൾ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിച്ച് അതുവഴി ബിസിനസ് വളർത്തുക, മണി ഫ്ലോയിനെ പറ്റിയുള്ള ഒരു ഫോർകാസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 മന്ത്സിൽ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക്, ഒരു ടൂളുമാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.